ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഒരാൾ കമൻറ്റ് ചോദിച്ചിരുന്നു, റേഷൻ സംബന്ധമായിട്ടുള്ള വീഡിയോ കണ്ടിട്ട് മടുത്ത്, നിങ്ങളൊന്ന് മാറ്റി പിടിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ടല്ല, വീഡിയോകളൊന്നും കൂടുതൽ മറ്റൊരു വീഡിയോകളില്ലാഞ്ഞിട്ടല്ല, ഈ ലോക്ക്ഡൗൺ സമയത്ത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് റേഷൻ സംബന്ധമായിട്ടുള്ള വീഡിയോകൾ മാത്രം ഇടുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ളൊരു കുക്കിംഗ് വീഡിയോ ആണ്. ചിക്കൻ നഗറ്റ്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു സ്നാക്സാണ്, ഇഫ്താറിനൊക്കെ പറ്റിയ ഒരു നല്ല അടിപൊളി വിഭവമാണ്. അതുപോലെ തന്നെ 4 മണി പലഹാരമായിട്ട് ഇത് നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ ഇതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ഈ വിഭവം ഞങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ വീഡിയോ എടുത്തതാണ്, അല്ല വീഡിയോക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തതല്ല. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ചെറിയ കാര്യം, എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പം ബെല്ലൈക്കണം ഓണാക്കി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു 400 ഗ്രാം ചിക്കനാണ്, ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലാം നമ്മൾ ഇന്ന് വേർതിരിച്ചെടുത്തിട്ടാണ് നമുക്ക് മിക്സിയിലിട്ട് അരക്കാൻ പാകത്തിന്. പിന്നെ ഒരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ കൂട്ടി മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ സൈഡ് ഭാഗം നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ആ ബ്രെഡ് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് പൊടിയാക്കി എടുക്കാം. അതിലേക്ക് നമ്മൾ ഈ എല്ല് കളഞ്ഞു വെച്ച ചിക്കന്, 400 ഗ്രാം ചിക്കൻ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് രണ്ടും കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും കുരുമുളകും വെളുത്തുള്ളിയും അരച്ച ഒരു പേസ്റ്റ്, ആദ്യം ഒന്ന് അരച്ചെടുത്ത പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിലേക്ക് കുറച്ച് എരിവിന് വേണ്ടിയിട്ട്, അത് നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചെയ്യാം. കുരുമുളക് പൊടി ഞാനൊരു ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1 ടീസ്പൂണ് ഉപ്പും, അതും നിങ്ങളുടെ ഒരു പാകത്തിന് നിങ്ങൾ എടുത്ത് വെക്കുക. എന്നിട്ട് അത് ഒന്നുകൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും. ഇത് ശരിക്കും നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ കാണാൻ ഈ ഒരു രൂപത്തിലായിരിക്കും. ഒരു നെയ്യ് പോലെ, നെയ്യിൻ്റെ ആ ലെവലിൽ നമുക്ക് ഇത് അരച്ചെടുക്കണം. ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ഓയിലിട്ട് ഒന്ന് കുഴച്ച് പരുവപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടി നമുക്ക് സൺഫ്ലവറോ ഇനി വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല, ഏത് ഓയിലായാലും കുഴപ്പമില്ല, നമുക്കത് ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കോൺഫ്ലവറാണ്. അതും ഇതിൽ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ഇതുപോലെ ആവും. പിന്നെ നമുക്ക് ഒരു നല്ല നൈസായിട്ടുള്ള ഒരു മാവ് പോലെ, കുഴച്ചെടുത്തൊരു മാവ് പോലെ ആവും. ഇനി നമുക്ക് കുറച്ച് ബ്രെഡിൻ്റെ പൊടി കൂടി വേണം. അതിന് കുറച്ച് ഒരു 10 ബ്രെഡ് എടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തു. അപ്പോൾ ഈ 10 ബ്രെഡ് തികഞ്ഞില്ല കേട്ടോ, ഈ 400 ഗ്രാം ചിക്കൻ അത് തികഞ്ഞില്ല. അപ്പോൾ ഈ അടിച്ചെടുത്ത ബ്രെഡ് ഒന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തു. പിന്നെ ഞാനിതൊരു വീഡിയോ നോക്കി ചെയ്തതാണ്. അപ്പോൾ അതിലിങ്ങനെ വറുക്കുന്നുണ്ടായിരുന്നു. ഇത് വറുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് തികയാതെ വന്നപ്പോൾ, ഈ 10 ബ്രെഡ് തികയാതെ വന്നപ്പോൾ, ഈ വറുത്തത് തികയാതെ വന്നപ്പോൾ പിന്നെ വറുക്കാതെയാണ് ചെയ്തത്. അതും ഒരു വ്യത്യാസമില്ല. അപ്പോൾ അതും കുഴപ്പമില്ല. അത് വറുക്കാതെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, വറുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം, വറുക്കാതെയും ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ കുഴച്ച് വെച്ച മാവ് ഇതുപോലെ ഒരു ചതുര ആകൃതിയിലാക്കിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ പിന്നെ വലിയ പീസ് ആക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. നമുക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടാനും അതാണ് നല്ലത്. ഇത് കനം ഒരു 1/4 ഇഞ്ച്, 1/2 ഇഞ്ച് കൂടാൻ പാടില്ല. 1/4 ഇഞ്ചിൽ കൂടാൻ പാടില്ല എന്നാണ്, എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. കുറച്ച് എണ്ണം കൂടുതലുണ്ടാവും എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണൊരു പാകത്തെ വലിപ്പം എന്ന് തോന്നുന്നു നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ. അപ്പോൾ അതിനുശേഷം ഇനി ഒരു 2 മുട്ട പൊട്ടിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഈ മുട്ടയിൽ നമ്മുടെ ഈ മുറിച്ച് വെച്ച ഈ പീസ് എടുത്തിട്ട് അത് ഈ ബ്രെഡ് പൊടിയിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. ഇതുപോലെ പൊതിഞ്ഞെടുത്തിട്ട് എല്ലാ പീസും നമുക്ക് അതുപോലെ ആക്കിയിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ മുട്ടയിൽ ഇതുപോലെ പൊതിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കാണാൻ ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് നമ്മൾ വറുത്ത പൊടി കൊണ്ട്, ബ്രെഡ് പൊടി കൊണ്ട് പൊതിഞ്ഞെടുത്തത്.
ഇനി ഞാൻ മറ്റേതും കൂടി കാണിക്കാം. ഈ ഉറക്കാതെ സാധാ വെറും ബ്രെഡ് പൊടി കൊണ്ട് ഉറക്കാതെ ചെയ്ത പൊടി കൊണ്ട് ഇത് കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വറുക്കാതെയും ചെയ്യാം. ആ ഒരു സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ലാഭിക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നല്ല എണ്ണയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് വറുത്തെടുക്കാൻ പാകത്തിനുള്ള എണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ച് ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഇത് വറുത്തെടുക്കാം. അപ്പോൾ 2 ഭാഗം മറിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കണം. കാരണം പച്ച ചിക്കനാണ്, അത് വെന്ത് കിട്ടണം. ആ ഒരു സമയം കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ ഈ നഗറ്റ്സ് ശരിക്കും തുടങ്ങിയിട്ടുണ്ട്. ഇത് കോരിയെടുത്താൽ ഈ ഒരു രൂപത്തിലുണ്ടാവും. ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നഗറ്റ്സ്. ഇത് നന്നായിട്ട് ഇതൊരു കഴിക്കുമ്പോൾ ഒരു സോസ് കൂട്ടി കഴിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. ഒരു ടൊമാറ്റോ സോസ് ആവുന്നത് നല്ലതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ. അത് വളരെ ടേസ്റ്റിയാണ്. ഒറ്റയ്ക്ക് കഴിക്കാൻ അത്ര ഒരു രുചി ഒന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുക. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇത് സോസിൽ മുക്കി കഴിക്കാൻ അതിലേറെ ഭംഗിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എൻ്റെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.